നമസ്കാരം. നമ്മുടെ ഭാരതത്തിലെ തനത് പാരമ്പര്യ ചികിത്സാ രീതികളെ നിലനിർത്തുക, പ്രോത്സാഹിപ്പിക്കുക, മറ്റുള്ളവരിലേക്ക് സാധാരണ മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അഥർവ പാരമ്പര്യ വൈദ്യശാല. നമ്മളിവിടെ രസശാസ്ത്രം, ആയുർവേദം, സിദ്ധവൈദ്യം, യുനാനി തുടങ്ങിയ മേഖലകളിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. ഇത്തരം ചികിത്സാ രീതികൾക്കുള്ളിലുള്ള ഒട്ടുമിക്ക ചികിത്സാ രീതികളും ഔഷധ നിർമ്മാണവും ഒക്കെ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ സിദ്ധവൈദ്യപരമായിട്ടുള്ള ഔഷധ പരിചയങ്ങൾ നടത്താറുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ കൂടെയും മറ്റു മാധ്യമങ്ങളിൽ കൂടെയൊക്കെ. അപ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത്, ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പോലും പുറത്തുള്ള പോസ്റ്ററുകളോ മറ്റോ ശ്രദ്ധിക്കാറില്ല. പകരം നമ്മൾ സോഷ്യൽ മീഡിയയിലാണ് ആക്റ്റീവായിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള തനത് ചികിത്സാ രീതികളും നമ്മുടെ ആയുർവേദ, സിദ്ധ തുടങ്ങിയ അപൂർവമായ ഔഷധ നിർമ്മാണങ്ങളും അവയിലെ നിഗൂഢമായിട്ടുള്ള രസവിദ്യ, രസമണി തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഈ ഗ്രൂപ്പിൽ കൂടെ പലപ്പോഴായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. നമ്മൾ ഇനി മുതൽ പുതിയൊരു പദ്ധതി ഇവിടെ തുടങ്ങുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തനതായിട്ടുള്ള ചികിത്സാ രീതി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഒറ്റമൂലികൾ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതുപോലെ തന്നെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പ്രത്യേകിച്ച് ആയുർവേദ, സിദ്ധ, ഈ രസശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പല കാര്യങ്ങൾ നമുക്ക് സംശയമായിട്ട് വരുന്ന ചില വാക്കുകളാവാം, ചിലപ്പോൾ ഒരു ഔഷധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട സംശയമാവാം, ചില ചോദ്യങ്ങളാവാം. ചില ആൾക്കാർ രസമണി എന്താണെന്ന് ചോദിക്കാറുണ്ട്, ചില ആൾക്കാർ രസവിദ്യ എന്താണെന്ന് ചോദിക്കാറുണ്ട്, സിദ്ധയും ആയുർവേദവും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ നിഗൂഢമായിട്ട് തോന്നുന്ന നിങ്ങളിലുള്ള സംശയം നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇനി മുതൽ നമ്മൾ അതിനു വേണ്ടിയിട്ടൊരു സമയം കണ്ടെത്തി അതൊരു വീഡിയോ ആയിട്ട് വിശദീകരിച്ച് പറയുന്നതാണ്.